നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോട് ആ വൃക്ഷത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞു, അല്ലേ? ഒരു കാര്യം മഹാന്മാർ പറയുന്നു, നമ്മോടൊന്ന് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് മാറും. അങ്ങനെയാണ്. ഒരു AC റൂം കൊടുത്തിട്ട്, ഉദാഹരണം പറയാം, ഭക്ഷിക്കാനുള്ള എല്ലാ സൗകര്യവും കുടിക്കാനുമുള്ളതൊക്കെ ആ റൂമിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സ്വന്തം മകനോട് അല്ലെങ്കിൽ മോളോട്, ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു ഈ റൂം വിട്ട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും, കണ്ടോ ഞങ്ങളെ ജയിലിലാക്കി, ഈ റൂമിന്ന് പുറത്തു പോവണ്ടെന്നാ പറഞ്ഞത്. എവിടെ? പുറത്ത് പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് സുരക്ഷിതത്വം കൊടുത്ത് നല്ല സൗകര്യം ചെയ്തു കൊടുത്താൽ പോലും അരുത് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ മുനിഅന്നാസു മിൻ ഫത്തിൽ ബഅരി ലഫത്തു. ഭയങ്കരമായ വാക്കാണത്. ഒട്ടകത്തിന്റെ ചാണകം ഉണങ്ങിയത് അത് നിങ്ങൾ കയ്യിലിട്ട് പൊടിക്കരുത് കേട്ടോ എന്നങ്ങാനും ജനങ്ങളോട് പറഞ്ഞാൽ അത് കയ്യിലിട്ട് പൊടിക്കുക തന്നെ അവർ ചെയ്യും. എന്തേ? ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ആരെങ്കിലും ചാണകെടുത്ത് കയ്യിലെടുക്കുവോ? പക്ഷെ ചെയ്യരുത് എന്ന് പറഞ്ഞോ അതെടുത്ത് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് മദ്യപാനം അല്ലാഹു അരുതെന്ന് പറഞ്ഞപ്പോൾ അത് വായിലേക്ക് കൊണ്ടുപോകാൻ, മയക്കുമരുന്നും ലഹരിയും അല്ലാഹു അരുതെന്ന് പറഞ്ഞപ്പോൾ അത് ഉപയോഗിക്കാനുള്ള വെമ്പലും, അത് കിട്ടുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ ഓടുന്നുണ്ട്. അവർക്കറിയാമാരാണ് ഏജന്റുകളെന്ന്, എപ്പോ പോയാലാണ് ഫ്രഷ് സാധനം കിട്ടുന്നതെന്ന്, എന്ന് സാധനം നാട്ടിലെത്തും, ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയുന്നുണ്ട്. എന്തേ? അരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇബ്ലീസ് ഒരു ആഗ്രഹം കൊടുക്കുക, എന്നാ പിന്നെ അതായിക്കോട്ടെ. വ്യഭിചാരം അരുതെന്ന് പറയുമ്പോൾ അതിലേക്ക് മനസ്സ് പോകുന്നുണ്ട്. ഏതെല്ലാം തിന്മകൾ അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പാടില്ലാത്തതെല്ലാം നമ്മുടെ മനസ്സിനുള്ളിൽ സ്നേഹമുള്ളതായി, ഇഷ്ടമുള്ളതായി മാറ്റാൻ പിശാചിന് കഴിയും. നമ്മൾ അതിന് വഴിപ്പെടരുത്. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ആജ്ഞയുണ്ടായത് ഫകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ. ആദമേ, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്വർഗ്ഗത്തിൽ താമസിച്ചോളൂ. അല്ലാഹു നമുക്ക് ആ സ്വർഗ്ഗം കാണാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചു തരട്ടെ. അത് നമ്മുടെ ഒരു മാതൃരാജ്യമാണ്. സ്വന്തം മണ്ണിനോട്, സ്വരാജ്യത്തോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ദീൻ. ഇത് ഹദീസാണ് എന്ന് പറയാൻ കഴിയില്ലെന്നാണ്, പക്ഷേ ഒരു മഹത് വാക്യമാണ്. അവിടെ പറയുന്നു മഹാന്മാർ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവുമെങ്കിൽ അതിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. നമ്മുടെ ഒറിജിനൽ സ്ഥലം സ്വർഗമാണ്. ആ ജന്മനാടിനോടൊരു സ്നേഹവും വേണം. എനിക്ക് മരിച്ചു ചെന്നാൽ സ്വർഗം വേണം. അള്ളാഹു അങ്ങോട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ ശരിയാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. പൗരത്വത്തിന്റെ കാർഡൊക്കെ ശരിയാക്കിയതിന് മുമ്പ് ചിലപ്പോൾ അവിടെ നിന്ന് പോകേണ്ടി വരും. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ റെക്കോർഡ് ക്ലിയർ ആയിരിക്കണം. ആ റെക്കോർഡ് ശരിയാക്കാൻ നമുക്ക് സാധിക്കണം. അൽ ജന്ന, ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ, സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ. പുറമെ നിന്ന് നോക്കിയാൽ അകം കാണുന്നതും അകമേ നിന്ന് നോക്കിയാൽ പുറം കാണുന്നതും. അങ്ങനത്തെ ഒരു വീട്. അതാ വീട്ടുകാരന് പുറത്തുള്ള ഒരാളുടെ വീട്ടിലേക്കും എത്തി നോക്കാൻ വരില്ല. അവിടെ ഒരാളുടേത് ലോകങ്ങളാണ്. ഒരാൾക്ക് അല്ലാഹു നൽകുന്നത് ലോകങ്ങളാണ്. പിന്നെണ്ടോ, ദുന്യാവിൽ ജീവിച്ച ഒരു രാജാവിൻ്റെ രാജപരിധിയേക്കാളും 10 ഇരട്ടി, 20 ഇരട്ടി, 30 ഇരട്ടി വരുന്ന സ്ഥലമാണ് സ്വർഗത്തിൽ ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ആൾക്ക് നൽകപ്പെടുന്നതെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ആരും ഇങ്ങനത്തെ ഒരു വീടിട്ട് വല്ല കാര്യമുണ്ട്, എല്ലാവരും കാണൂലേ ഗ്ലാസിനുള്ളിലൂടെ എന്ന് ചോദിക്കേണ്ട. അവിടെ ആരും അങ്ങനെ എത്തി നോക്കാൻ വരുന്നില്ല. അവർ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, നബിയേ ആർക്കാണ് നബിയേ അതാർക്കാണ്? ഖാല ലിമൻ ത്വയ്യബൽ കലാം വഅത്അമ അത്'ആം വഅദാമ അസ്സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ആർക്കാണ് ഈ സ്വർഗത്തിലെ മണിമാളികകളെന്നറിയുമോ? ലിമൻ ത്വയ്യബൽ കലാം, നല്ല വാക്കുകൾ പറയുന്നവർക്ക്.
അത് വീട്ടുകാരോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും, അത് ഫേസ്ബുക്കിലാവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ, നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് ത്വയ്യബൽ കലാം. ഭക്ഷണം കൊടുക്കുന്നവർക്കും. ഒരുപക്ഷെ ആ കൂട്ടുകാർക്ക്, വിരിപ്പാടത്തുകാർക്ക് അതിന്റെ തൗഫീക്ക് കിട്ടാൻ പോവാണ് നാളെ. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തണ്ട. സുന്നത്ത് നോമ്പുകൾ നിരന്തരം എടുക്കുന്ന ആളുകൾക്ക്. ജനങ്ങളെല്ലാം തളർന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക്. നമ്മുടെ ഉപ്പയും ഉമ്മയും വന്ന സ്വർഗലോകമാണത്. അവിടേക്ക് തിരിച്ചു പോകാനുള്ള ഒരാഗ്രഹം മനസ്സിൽ വരുന്നത് ഈമാനിന്റെ അടയാളമാണെന്നാണ് ആ വചനത്തിന്റെ ഒരർത്ഥം. അതാണ്, സ്വർഗലോകത്തേക്ക് പോകാൻ ഒരാഗ്രഹം വേണം. വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ. ആദമേ, ഹവ്വ, നിങ്ങൾക്ക് വേണ്ട വിധം യഥേഷ്ടം നിങ്ങൾ ഇവിടെ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷേ വലാ തഖറബാ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് വരരുത് കേട്ടോ, അത് തിന്നരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അത് തിന്നുകഴിഞ്ഞാൽ നിങ്ങൾ സ്വശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചവരായി മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. എന്താണ് അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം? ആദം നബി അലൈഹിസ്സലാം ആ വിലക്കപ്പെട്ട കനി കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിലാകുമായിരുന്നു എന്ന് നമുക്ക് വ്യാമോഹിക്കാൻ കഴിയുമോ? കഴിയോ? ഇല്ലല്ലോ. എന്തേ? ആദം നബിയെ പടക്കുന്നത് തന്നെ ഭൂമിക്ക് വേണ്ടിയല്ലേ? അല്ലാഹു അങ്ങനല്ലേ മലക്കുകളോട് പറഞ്ഞത്, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, മലക്കുകളെ, ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ഒരു പ്രതിനിധി അയക്കാൻ ഉദ്ദേശിക്കുന്നു. ആ പ്രതിനിധി ഭൂമിയിലേക്ക് വരേണ്ട ആളാണ്, ആകാശത്ത് സ്വർഗലോകത്ത് ജീവിക്കേണ്ട ആളല്ല. അപ്പൊ ആദം നബി ആ പഴം തിന്നാലില്ലെങ്കിലും ആദം നബി ഭൂമിയിലേക്കാണ് വരേണ്ടത്. അതതിനൊരു കാരണമാണ്. പക്ഷേ ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ രണ്ടെണ്ണമാണ് പ്രത്യക്ഷത്തിൽ. ഒന്ന് ചെയ്യുക, മറ്റൊന്ന് ചെയ്യരുത്. നിസ്കരിക്കണം, കള്ളുടിക്കരുത്. നോമ്പെടുക്കണം, മയക്കുമരുന്ന് അടിക്കരുത്. ഹജ്ജ് ചെയ്യണം, പുണ്യവാസം ചെയ്യരുത്. സകാത്ത് കൊടുക്കണം, തിന്മയിലേക്ക് സമ്പത്ത് ചെലവഴിക്കരുത്. ഇങ്ങനെ ചെയ്യുക, ചെയ്യരുത്. ഈ രണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് ഒരു പ്രാക്ടീസ് നൽകുകയായിരുന്നു സ്വർഗലോകത്ത്. അതുകൊണ്ടാണ് വകുലാ മിൻഹാ, നിങ്ങൾ തിന്നുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്, ഒരു കൽപ്പന. വലാ തഖറബാ, ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് നിങ്ങൾ വരരുത് എന്നത് ഒരു നിരോധനമാണ്. അപ്പൊ ഒരു കൽപ്പനയും ഒരു നിരോധനവും ആദം നബിക്ക് കൊടുത്തു. എന്തേ? ഒരുപാട് കൽപ്പനകളും ഒരുപാട് നിരോധനങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിൻ്റെ ഒരു പ്രാക്ടീസ് നൽകുകയായിരുന്നു സ്വർഗത്തിൽ നിന്ന്. നോക്കണം, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാം ടെംപ്റ്റഡ് ആയിപ്പോയി. അങ്ങനെയാണല്ലോ, പിശാച് വഴിതെറ്റിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ആ അപകടത്തിൽ അവർ പെട്ടുപോവുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇബ്ലീസ് വന്നു, ആദം നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു. അത് സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ഹവ്വ റളിയല്ലാഹു അൻഹയെ നിരന്തരം പ്രലോഭിപ്പിച്ചു. അവൻ പറഞ്ഞു, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. നിങ്ങളോട് അല്ലാഹു അത് കഴിക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയുമോ? നിങ്ങൾ ആ പഴം കഴിച്ചാൽ നിങ്ങൾ മാലാഖമാരായി മാറും, പിന്നെ മരിക്കൂല. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ ചിരഞ്ജീവികളായി മാറും, ഒരിക്കലും മരിക്കാത്ത മനുഷ്യരാകും. അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായിട്ട് മാറും. അത് ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളോട് തിന്നരുത് എന്ന് പറഞ്ഞത്. പോയി കഴിച്ചോളൂ എന്ന് നിരന്തരം ഹവ്വാ ബീവിയോട് പറഞ്ഞപ്പോ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. ഭാര്യയും ഭർത്താവും ഒരുപോലെ നന്മയിലേക്ക് വരണം. പക്ഷേ
ഒരാൾ വഴിതെറ്റിയാൽ അടുത്ത ആളത് വഴിതെറ്റാൻ കാരണമാകും. എത്രയോ ഭർത്താക്കന്മാർ നല്ല ഭാര്യമാരാൽ നന്നായിട്ടുണ്ട്, എത്രയോ മോശപ്പെട്ട പെണ്ണുങ്ങൾ നല്ല ഭർത്താക്കന്മാരാൽ നന്നായിട്ടുണ്ട്. രണ്ടുപേരും നന്നാവുമ്പോൾ ആ വീട് നന്മയുടെ വീടാണ്, അവിടെ സന്തോഷമുണ്ട്. മനുഷ്യൻ പിശാചി പറയുന്നത് നമ്മളൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ. എങ്ങനെ നമ്മൾ പറയും, എൻ്റെ അയൽവാസി ഇങ്ങനെ പറഞ്ഞോലോ ആ വാട്സപ്പ് ഗ്രൂപ്പില്, അങ്ങനെ പറഞ്ഞോ നിന്നോടോ, അപ്പൊ പിന്നെ വോയിസ് ക്ലിപ്പിംഗ് കൊണ്ട് അയച്ചു കൊടുക്കലായി. അല്ലെങ്കിൽ കല്യാണത്തിന് കണ്ടപ്പോ നിന്നെ പറ്റി ഇങ്ങനെ, എൻ്റെ അയൽവാസിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകണമെങ്കിൽ അതിന്റെ കാരണം ഇന്നതാണ്, എന്നെ നാണം കെടുത്താനാണ് പറഞ്ഞത്, കാണിച്ചു കൊടുക്കാം. ഇത് ഇബ്ലീസ് പറഞ്ഞപ്പോഴേക്കും നമ്മൾ വിശ്വസിച്ചു. പിന്നെ നമ്മൾ അയൽവാസിയോട് തെറ്റി, പിണങ്ങി, മുമ്പുള്ള സഹകരണം നിർത്തിവെച്ചു, കണ്ടാൽ മുഖം വീർപ്പിച്ചു പോകലായി. എവിടേക്കെങ്കിലും പോകുമ്പോൾ ദാ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പം മിണ്ടാറില്ല. എന്തേ? ഇബ്ലീസ് നമ്മളോട് പറഞ്ഞു, അവരാ പറഞ്ഞത് ഇന്നത് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാ, അവൻ പറഞ്ഞത് നമ്മളങ്ങ് വിശ്വസിച്ചു അല്ലേ. കണ്ണ് ചിമ്മണം എന്ന് അല്ലാഹു പറയുമ്പോൾ പിശാച് പറഞ്ഞു, ഒന്ന് കണ്ണ് ചിമ്പിയില്ലെങ്കിൽ എന്താ, ആ സൗന്ദര്യം ഒന്ന് നോക്കിയെങ്കിൽ എന്താ, എന്ത് സംഭവിക്കാൻ? ഒരു നോട്ടം കൊണ്ടൊക്കെ നിന്റെ ഈമാൻ അങ്ങ് പോകുമോ? നീ അങ്ങ് നോക്കിക്കോ. പിന്നെ അവനതിന് അഡിക്റ്റായി മാറുകയാണ് ഉണ്ടാകുന്നത്. മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകള്, മ്യൂസിക്കിന്റെ ഉപയോഗം. അപ്പൊ ആ ഉസ്താദ് പറഞ്ഞല്ലോ അത് പറ്റും, കുഴപ്പമില്ല, എന്നാ പിന്നെ നമ്മൾ മുമ്പരപ്പങ്ങ് കൂടാ. പക്ഷേ പ്രമാണബദ്ധമായിട്ട് ഈ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനെ ഹലാൽവൽക്കരിക്കാൻ കഴിയൂല. എന്നാലും തുടങ്ങി നോക്കുക, കേട്ടു നോക്കുക. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ പറഞ്ഞതും കേട്ടു നോക്കുക. നമുക്ക് അത് വെച്ചിട്ടങ്ങ് അടിച്ചു പൊളിക്കാം. അത് ലൈസൻസ് ആണല്ലോ. പഴുതുകൾ തേടി നടക്കുക. എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നിടത്തേക്ക് നിയമത്തെ കൊണ്ടുവരാം. പിശാച് നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേട്ടതിന് പിറകെ അവൻ പിന്നെ മറ്റു വെസ്റ്റേൺ മ്യൂസിക്കുകളായി, റോക്ക് മ്യൂസിക്കുകളായി, റാപ്പ് കേൾക്കാനായി. പിന്നെ ഉറങ്ങുന്നതും ഉണരുന്നതും ഹെഡ്ഫോൺ വെച്ചിട്ടാണ്, ഉറക്കത്തിലേക്ക് പോകുന്നത് മ്യൂസിക്കിലൂടെയാണ്. മിസ്മാർ, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ, അത് ഓരോന്നും ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, അത് പിശാചിന്റെ ഖുർആനാണ്. അല്ലാഹുവിന്റെ വചനവും പിശാചിന്റെ വചനവും ഒരു ഹൃദയത്തിൽ ഒരു നേരത്ത് ഒരുമിക്കുകയില്ല. അങ്ങനെയാണ്. നാളെ നമുക്കൊക്കെ അതാണ് അംഗീകരിക്കാൻ ഇച്ചിരി പ്രയാസം. എന്നാലും പറയും, അങ്ങനെ ഒരാൾ പണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൂഫി സംഗീതത്തിൽ. ദീനിന്റെ ദലീലുകൾ വെച്ച് നോക്കിയാൽ തെളിയിക്കാൻ കഴിയില്ല. നമ്മൾ പറയും, ഇന്നത്തെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അന്നില്ലല്ലോ, ഇതിന് സമാനമായതൊക്കെ ഉണ്ട്. ഇന്നിവിടെ മുട്ടുന്നതിൻ്റെയൊക്കെ സമാനമായ സാധനങ്ങൾ അന്ന് അറബ് ലോകത്തല്ലെങ്കിൽ പേർഷ്യയിലും യൂറോപ്പിലും ഉണ്ടെന്ന്, റോമിലുണ്ട്. വാദ്യമേളങ്ങളുണ്ടെന്നവിടെ. ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? എന്തേ അബ്ദുല്ലാഹ് ഇബ്ൻ ഉമർ എന്നൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്? എന്തേ സ്വഹാബിമാർ? ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? മുഫസ്സിരീങ്ങൾ എന്തു പറഞ്ഞു? 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എന്തു പറഞ്ഞു? അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ എവിടെയോ ഒരു വാൽകഷ്ണം പിടിച്ചിട്ടാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്. ആലോചിച്ചു നോക്കിക്കോളൂ. അവനവൻ ചെയ്യുന്നത് നന്മയോ തിന്മയോ, വലോ അഫ്താഖന്നാസു വഅഫ്തൗഖ്, എത്ര ഫത്വ കിട്ടിയാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ. നമ്മൾ അനുസരിക്കുന്നില്ലേ പിശാചിനെ? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് വസ്വാസ് ഉണ്ടാക്കുന്നു. ആദം അലൈഹിസ്സലാം ആ പഴം ഭക്ഷിച്ചു. അല്ലാഹുവിന്റെ നിയമം അവിടെ ലംഘിക്കപ്പെടുകയാണ്. അവരുടെ ഗുഹ്യ സ്ഥാനങ്ങൾ അവർന്ന് വെളിവാകുകയാണ്. ശരീരത്തിലെ വസ്ത്രങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. സ്വർഗത്തിലെ ആഭരണങ്ങൾ, അള്ളാഹു നൽകിയ സ്വർഗീയ ആഭരണങ്ങൾ, സ്വർഗീയ വസ്ത്രങ്ങൾ എല്ലാം ശരീരത്തിൽ നിന്ന് നീങ്ങുകയാണ്. ആ വസ്ത്രം, ആ ഭക്ഷണം അകത്തേക്ക് ചെന്നതോടുകൂടെ ആദ്യം നടന്നത് പിശാച് മനുഷ്യന്റെ രഹസ്യഭാഗം കാണുകയാണ് ഉണ്ടായത്. നോക്കണം, ആദ്യത്തെ ക്രൈം, ആ ക്രൈമിന്റെ ആദ്യത്തെ പരിണിത ഫലം ന്യൂഡിറ്റിയാണ്. മനുഷ്യന്റെ നഗ്നത കാണുക എന്ന വലിയൊരു അപകടമാണ്.
ഫതുഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗ്ഗത്തിലെ വൃക്ഷങ്ങളുടെ ഇലകളെടുത്ത് നാണം മറക്കാൻ അവർ ഓടിച്ചെന്നു. മലക്കുകൾ കാണില്ലേ, ജിന്നുകൾ കാണില്ലേ, ശരീരത്തിലെ വസ്ത്രങ്ങൾ ഇല്ലാണ്ടായി പോയി. അതുകൊണ്ട് ഏറ്റവും വലിയ ഫിത്നയും ഏറ്റവും വലിയ പരീക്ഷണവും നഗ്നത കാണപ്പെടലാണ് എന്ന് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരുടെ വസ്ത്രവിധാനങ്ങൾ അവർ ശരിയാക്കി വെക്കണം. ശരിയായ വസ്ത്രവിധാനമില്ലാതെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഈ പിശാചിന്റെ വസ്വാസ് മനുഷ്യനെ പിടികൂടും. നമ്മളൊക്കെ മനുഷ്യരാണ്. ഒരു പെണ്ണിന്റെ ശരീരത്തോട് പുരുഷൻ എന്ന നിലയിൽ നൈസർഗികമായ പ്രകൃതിപരമായ ഒരു ഇൻക്ലിനേഷൻ, ഒരു സ്വാഭാവികമായ ഒരു ചാഞ്ചാട്ടം മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമാണ്. അത് നിയന്ത്രിക്കാനാണ് ശർഅ് വന്നത്. ആ നിയന്ത്രണത്തിനാണ് സ്വർഗം തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ അത്ര പുരട്ടി നിങ്ങൾ സുഗന്ധം പൂശിയിട്ട് അന്യ പുരുഷന്മാർക്കിടയിലൂടെ നടന്നാൽ ഫഹിയ കദാ വകദാ, അവളും വ്യഭിചാരം ചെയ്യുന്ന പെണ്ണും ഒരുപോലെ തന്നെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഒരു ടെംപ്റ്റേഷൻ അകപ്പെടുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഹറാമിലേക്ക്, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരാളെ വിളിച്ചു പറയുന്നത് കേൾക്കുന്നു. ആരോ യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുന്നു, യാ യൂസുഫ്, യൂസുഫേ ലാ തസ്നി, യൂസുഫേ നിങ്ങൾ വ്യഭിചരിക്കരുതേ. ഫഇന്ന മൻ സനാ, ആരെങ്കിലും വ്യഭിചരിച്ചാൽ കത്വാഇരില്ലദി അലൈഹി റീഷുൻ നുതിഫ റീഷുഹു, ചിറകുകളുള്ള ഫെദറുള്ള തൂവലുകളുള്ള ഒരു പക്ഷി, ആ പക്ഷിയുടെ തൂവലുകൾ അങ്ങ് പറിച്ചു കളഞ്ഞാൽ ആ പക്ഷിയുടെ ശരീരം നമ്മൾ കാണുന്നത് എങ്ങനെയോ അതുപോലെയാണ് യൂസുഫേ, നിങ്ങൾ വ്യഭിചരിച്ചാൽ ഒരു പക്ഷിയുടെ മനോഹരമായ ശരീരത്തിന്റെ തൂവലുകൾ പിഞ്ഞു പറഞ്ഞു പോകുന്ന പോലെ യൂസുഫേ നിങ്ങൾ ആ പക്ഷി പോലെയാകും. നിങ്ങളുടെ ഇസ്സത്ത് നഷ്ടപ്പെടും, നിങ്ങളുടെ അലങ്കാരം നഷ്ടപ്പെടും. നിങ്ങളുടെ അലങ്കാരം എന്നത് ചാരിത്രശുദ്ധിയാണ്. അതുകൊണ്ട് ലാ തസ്നി വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. അല്ലാഹു നൽകുന്ന നിർദ്ദേശം യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവിടെ നൽകപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ടെംപ്റ്റേഷനുകൾ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുൽ, ഒരാണും ഒരാണിന്റെ രഹസ്യഭാഗങ്ങൾ കാണരുത്. എന്നിട്ട് പറഞ്ഞു വൽ ഫഖിദു ഔറ, ഒരു പുരുഷന്റെ കാലിന്റെ തുടഭാഗം ഔറത്താണ്. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള ഏത് ഭാഗവും ഔറത്താണ്. സുജൂദിലൊക്കെ പോകുമ്പോൾ ഷെഡിയൊക്കെ ഇങ്ങനെ താത്തി കാണിച്ചിട്ട് സുജൂദ് ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്താ? നിസ്കാരത്തിൽ നടക്കുമ്പോൾ പേൻ്റൊക്കെ കൊണ്ട് താഴേക്ക് വലിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ബാക്കിൻ്റെ ഓൾമോസ്റ്റ് പകുതിയോളം കാണിച്ചുകൊണ്ട് കൂളായിട്ട് നടക്കുക. മനുഷ്യൻ്റെ ഇന്നർ വെയർ അതൊക്കെ കാണിക്കാൻ പറ്റാത്ത സാധനമാണ് എന്നുപോലും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് ധാർമ്മികതയുടെ പരമമായ പതനം എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ, ഒരു പെണ്ണിന്റെ ഔറത്ത് കാണരുത്, ഒരാണിന്റെ ഔറത്തും കാണരുത്. പിന്നുണ്ടോ ആണ് പെണ്ണിന്റെ രഹസ്യഭാഗം കാണുന്നത്? പിന്നെയുണ്ടോ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ രഹസ്യഭാഗം കാണുന്നത്? എത്ര വലിയ കുറ്റമാണ്! തിന്മകളുടെ അഡിക്ഷൻ വന്നു പോകുന്ന കാലമാണിത്. തിന്മകളിലേക്ക് നോക്കാതെ ചിത്രങ്ങളാവട്ടെ വീഡിയോസ് ആവട്ടെ അതിന് അടിമകളായി അടിമത്തം വന്ന പോലെ ഒരു തരത്തിൽ മൃഗീയമായ ആധിപത്യം പിശാച് നമ്മെ കൊണ്ടുവരും. അങ്ങനെ നിരന്തരമായ തിന്മകൾ നമ്മളെ കാണിച്ച്
പിശാചുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കൂടിയിട്ടുണ്ടാവും, നമ്മൾ അറിയുക പോലുമില്ല. കാരണം തിന്മകൾ ചെയ്യപ്പെടുന്നിടത്ത് പിശാചുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ലാപ്ടോപ്പിൽ, നമ്മുടെ മൊബൈലിൽ, നമ്മുടെ ഡിവൈസുകളിൽ പിശാചിന്റെ സാന്നിധ്യമുണ്ട്, നമ്മൾ അറിയുന്നില്ല. എന്തേ? പിശാചിന് ഇഷ്ടപ്പെടുന്നതാണ് അവിടെ കാണിക്കപ്പെടുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. നമ്മൾ പറയും അവന് ജിന്നുബാധയുണ്ടായിട്ടുണ്ട്, അവന് ഭ്രാന്ത് പിടിച്ചു എന്ന്. ഒരുപക്ഷെ ചെയ്യുന്ന തിന്മ കൊണ്ട് വരുന്നതാകാം ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കളിക്കുന്നു, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ, പക്ഷേ ഔറത്ത് കാണരുത്. കാലിന്റെ മുട്ടിന്റെ മേൽഭാഗം കാണാനാവരുത്, അത് കാണപ്പെടരുത്, അത് വെളിവാവരുത്. അത് ശറഇന്റെ നിയമമാണ്. ഫുട്ബോളിന്റെ നിയമം എന്തോന്ന് എനിക്കറിയില്ല, പക്ഷേ ശറഇൽ അങ്ങനെ ഒരു നിയമമുണ്ട്, അത് പാലിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു, ഇറങ്ങിക്കോളൂ ആദമേ, ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കോളൂ. ഒരു തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. മഹാന്മാർ പറയുന്നുണ്ട്, ഹദീഥു ശഫാഅയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും മദീനയിലൂടെ ഒരു തോട്ടത്തിൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസിന്റെ വിവരണം നടത്തിയിട്ടുള്ളത്. തങ്ങൾക്ക് ഒരാട് ഭക്ഷിക്കാൻ കൊണ്ടുവന്നു. ആടിന്റെ കൈയിന്റെ ഭാഗം നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. കാന യുഅ്ജിബുൽ കതിഫ്, ആടിന്റെ കൈയിന്റെ ആ ഭാഗം തങ്ങൾക്ക് ഇഷ്ടമാണ്, അതിന്റെ മാംസം. തങ്ങളത് വായിലേക്ക് കടിച്ചു പിടിച്ചു. എന്നിട്ട് ഫഹദ്ദസനാ, നബി തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞത്? അന സയ്യിദു വൽദി ആദമ വലാ ഫഖറ, ഞാൻ ആദം നബിയുടെ മക്കളിൽ വന്ന, ആദം നബി എന്ന മനുഷ്യപിതാവിന്റെ മക്കളിൽ ജനിച്ച എല്ലാ മനുഷ്യരെക്കാളും അല്ലാഹു എന്നെ ശ്രേഷ്ഠനാക്കി വെച്ചിട്ടുണ്ട്. വലാ ഫഖറ, അത് ഞാൻ അഭിമാനം പറയുകയല്ല, അഹങ്കാരം പറയുകയല്ല. അല്ലാഹു എന്നെ ഉന്നത സ്ഥാനത്താണ് ഇരുത്തിയിട്ടുള്ളത്. അങ്ങനെ പറയാലോ, പള്ളിന്റെ പ്രസിഡന്റ്, ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റാണ് ആളാണ്, പിന്നെ അയാൾക്ക് പറഞ്ഞൂടെ? അഹങ്കരിച്ചുകൊണ്ട് പറയരുത്. ആരാ പ്രസിഡന്റ്? ഞാനാണ് എന്ന് പറഞ്ഞു. എന്തേ? നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നു. വലാ ഫഖറ, അഹങ്കരിച്ചു പറയരുത്. അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം നബിയുടെ മക്കളിൽ സയ്യിദാണ്. വലാ ഫഖറ, ഇത് ഞാൻ അഭിമാനം പറയുകയല്ല. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഭൂമി ആദ്യമായി പിളരുകയും ഭൂമിക്കുള്ളിൽ നിന്ന് വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ, മയ്യിത്തുകൾ ഓരോന്നോരോന്നായി മഹ്ശറായിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, ഓരോരുത്തരും മരിച്ച ഇടങ്ങളിൽ നിന്ന് മഹ്ശറായിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി എഴുന്നേൽക്കുന്നതും ഞാനാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ وأول من يفتح له باب الجنة أنا, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ആദ്യമായി തുറക്കപ്പെടുന്നതും എനിക്ക് വേണ്ടിയാണ്. ഞാനാണ് ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത്. വഅവ്വലു ശാഫിഇൻ വമുശഫഇൻ, അല്ലാഹുവിനോട് ആദ്യമായി ശുപാർശ ചെയ്യുന്നവരും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതാണ്. വലാ ഫഖറ, ഞാനിത് അഭിമാനം പറയുകയല്ല, യാഥാർത്ഥ്യം അങ്ങനെയാണെന്ന് പറഞ്ഞ് മഹ്ശറായുടെ ഒരു രംഗം നബി തങ്ങൾ വിവരിക്കുന്നുണ്ട്. നമുക്കൊരു പക്ഷേ കേട്ടു പരിചയമുള്ള ഹദീസാണിത്. മഹ്ശറയിൽ വിചാരണ തുടങ്ങാതെ അല്ലാഹു മനുഷ്യരെ നിർത്തും എത്രയോ ദിവസങ്ങൾ. അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ? ഒരു ദിവസം, അല്ലാഹുവിന്റെ അടുത്ത്, ഇൻദ റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ അരികത്ത് നബിയെ ഒരു ദിവസം എന്ന് പറയുന്നത് 50 അൽഫ സന, 50,000 വർഷമാണ്. ഭൂമിയിലെ 50,000 വർഷം. 50,000. ഈസാ നബി ജനിച്ചിട്ട് ഇപ്പോൾ 2019 കൊല്ലമായിട്ടുള്ളൂ. 2019 അല്ലേ? 2020 ആവാൻ പോവാ. ഈസാ നബി ജനിച്ചിട്ട്, അതല്ലേ ഇപ്പൊ 2019 എന്ന് പറയണേ. 50,000 കൊല്ലം. അതിലേക്കൊരു 48,000 ഇനിയും ആഡ് ചെയ്യണം.
48,000. അപ്പോഴെല്ലാം 50 2000 ആയിട്ടുള്ളൂ. 50,000 കൊല്ലമാകുമ്പോ അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ദിവസമാണ്. വിചാരണ തുടങ്ങാതെ അള്ളാഹു അങ്ങോട്ട് നിർത്തും. ആളുകൾ ദാഹിച്ചു, വിശന്ന്, തളർന്ന്, സൂര്യന്റെ താപമേറ്റ് വിയർപ്പിൽ കുളിച്ചിരിക്കാൻ. നമുക്ക് തന്നെ ഒരു വെയിറ്റിംഗ് വലിയൊരു പ്രയാസാണല്ലേ, കാത്തിരിക്കാം. അയാൾ പറയേണ്ട ആള് വന്നിട്ടില്ല, ഇപ്പൊ വരുമോ, ഇവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മങ്ങനെ അതിഥി വരും, ഒരു ഗസ്റ്റ് വരും, വഴിയിൽ കാത്തിരിക്കാൻ. നേരം വൈകിയാൽ നമ്മൾ അക്ഷമരാകും. 50,000 വർഷം ദൈർഘ്യമുള്ള മഹ്ശറയിൽ മനുഷ്യര് ദിവസങ്ങളോളം വിചാരണയില്ലാതെ കാത്തിരിക്കുമ്പോൾ അവർ തീരുമാനിക്കും, അള്ളാഹുവിനോട് ചെന്നൊന്ന് പരാതി പറയണം, അള്ളാഹുവിനോടെന്ന് പറഞ്ഞ് ഒരു നിവേദനം നൽകണം. അള്ളാഹുവേ, ഒന്ന് വിചാരണ തുടങ്ങു റബ്ബേ. നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം, ഞങ്ങൾക്ക് വിചാരണ വേണം. ഇതാ പറയാൻ പോണത്, ഇതാണ് പറയാൻ പോകുന്നത്.